ഹായ് ഓൾ, വെൽക്കം ടു അഡ 24/7. എൻ്റെ പേര് ജിജി. ഡിഗ്രി ലെവൽ എക്സാമുകളിൽ നല്ല മാർക്ക് നേടുന്നവർക്ക് ഒരു സ്പെഷ്യൽ ടെക്നിക്ക് അറിയാം. ആ ടെക്നിക്കിൻ്റെ പേരാണ് EMM ടെക്നിക്ക്. എന്താണ് EMM ടെക്നിക്ക് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ EMM ടെക്നിക്ക് എന്ന് പറയുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. കുറേ പേർക്ക് അറിയുമായിരിക്കും, കുറേ പേർക്ക് ആദ്യമായിട്ടായിരിക്കും അറിയുന്നത്. എന്തായാലും നിങ്ങൾക്ക് അറിയാത്തവർക്കാണെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ തന്നെ ആയിരിക്കും കേട്ടോ. അപ്പോൾ എന്താണ് EM ടെക്നിക്ക് നോക്കാം. നമ്മുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിൻ്റെ ഒരു സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് അല്ല, കോമൺ ഡിഗ്രി പ്രിലിംസ് ആണല്ലോ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റും ഉൾപ്പെടുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സിലബസ് ആണ് കിടക്കുന്നത്. നോക്കിക്കേ, ഹിസ്റ്ററി 10 മാർക്ക്, ജോഗ്രഫി 5 മാർക്ക്, എക്കണോമിക്സ് 5 മാർക്ക്, സിവിക്സ് 5 മാർക്ക്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ 5 മാർക്ക്, ആർട്ട്, ലിറ്ററേച്ചർ, കൾച്ചർ, സ്പോർട്സ് 10 മാർക്കാണ് വരുന്നത്. ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ 5 മാർക്ക്, സയൻസ് ആൻഡ് ടെക്നോളജി 5 മാർക്ക്. അപ്പൊ ഇത്രയും ഇത് ഒരു ആദ്യത്തെ പാർട്ടാണ്. ആദ്യത്തെ പാർട്ട് എന്തായിരുന്നു? ജനറൽ നോളേജ് GK പാർട്ടാണ്. GK പാർട്ട് ഇത്രയും സബ്ജക്റ്റ് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്ര മാർക്ക് കിട്ടും? 50 മാർക്ക്. ഇത്രയും സബ്ജക്റ്റ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് 50 മാർക്ക് കിട്ടും. നമുക്കറിയാം ഈ GK എന്ന് പറയുന്ന ഭാഗം കുറച്ച് വാസ്റ്റ് ആണ്. അത് വളരെ വലിയൊരു റിയാലിറ്റി ആണ്. ഇപ്പം ഹിസ്റ്ററി ആയിക്കോട്ടെ വലുതാണ്. ഹിസ്റ്ററി ഒക്കെ കേരള ഹിസ്റ്ററിയും ഇന്ത്യൻ ഹിസ്റ്ററിയും വേൾഡ് ഹിസ്റ്ററി ഒക്കെ വലുതാണ്. ജോഗ്രഫിയും അതുപോലെ തന്നെ എക്കണോമിക്സ് ആണെങ്കിലും സിവിക്സും കോൺസ്റ്റിറ്റ്യൂഷനും കുറച്ച് ചെറുതാണ്. ആർട്സ്, ലിറ്ററേച്ചർ, കൾച്ചർ, സ്പോർട്സ് വലുതാണ്. ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ അത്യാവശ്യം പഠിക്കാനുണ്ട്. സയൻസ് ആൻഡ് ടെക്നോളജി വലുതാണ്. അപ്പം ഇത്രയും പഠിച്ചാലാണ് 50 മാർക്ക് കിട്ടുക. രണ്ടാമത്തെ സെക്ഷൻ ഒന്ന് നോക്കിക്കേ. രണ്ടാമത്തേതാണ് നമ്മുടെ EMM ടെക്നിക്ക് എന്ന് പറയുന്നത്. EMM ടെക്നിക്ക് എന്താണ്? E ഫോർ ഇംഗ്ലീഷ് ആണ്. ഓക്കെ, അപ്പൊ ഡിഗ്രി ലെവൽ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് അറിയാം, ഇംഗ്ലീഷ് എത്ര മാർക്കിനാ? 20 മാർക്കിനാ ഇംഗ്ലീഷ്. 1-2 മാർക്കല്ല, 20 മാർക്കാണ്. ഓക്കെ, അതായത് LDCക്ക് പഠിക്കുക അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും എക്സാമിന് നമ്മൾ ഇംഗ്ലീഷ് നോക്കുമ്പോൾ 10 മാർക്കാണ്, ഇത് 20 മാർക്കാണ്. അതുപോലെ തന്നെ മാത്സിന് എത്ര മാർക്കാ? മാത്സിന് 20 മാർക്ക്. മാത്സും ഇംഗ്ലീഷും മാത്രം പഠിച്ചാൽ 40 മാർക്ക്. പിന്നെ മലയാളത്തിന് 10 മാർക്ക്. M ഫോർ മലയാളത്തിന് 10 മാർക്ക്. അതായത് 20 + 10 50 മാർക്ക്. 3 സബ്ജക്റ്റ് മാത്രം പഠിച്ചാൽ 50 മാർക്ക്. അപ്പൊ നിങ്ങൾ എന്തായിരുന്നു നിങ്ങളുടെ റാങ്ക് മേക്കിംഗ് എന്ന് പറയുന്നത്? ചിലപ്പോൾ മാത്സ് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ടാവും കേട്ടോ, ഇംഗ്ലീഷ് ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ടാവും. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ റാങ്ക് മേക്കിംഗ് എന്ന് പറയുന്നത് ഇതാണ്. ഇതിൽ 50-50, അതായത് നമ്മുടെ GK പാർട്ടിൽ 50-50 വാങ്ങിക്കുക അല്ലെങ്കിൽ 50-45 വാങ്ങിക്കുക എന്ന് പറയുന്നത് വാങ്ങിക്കുന്നവരുണ്ടാവും. പക്ഷെ ഡിഗ്രി ലെവൽ എക്സാം ആയതുകൊണ്ട് തന്നെ 50-50 വാങ്ങിക്കുക എന്ന് പറയുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷെ ഇതിൽ 50-45 എബോ എങ്കിലും വാങ്ങിക്കുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ 50-50 വാങ്ങിക്കുന്നവരുണ്ടാവും. കുറച്ചുകൂടി നമുക്ക് അപ്പം നമ്മൾ ചില ആൾക്കാർ വിചാരിക്കും അങ്ങനെ വാങ്ങിക്കാൻ പറ്റുമെന്ന്. മാത്സ് നല്ലപോലെ അറിയുന്ന ആൾക്കാർക്ക് ചെയ്തുകൂടെ? ഇനി PSC തെറ്റിക്കാതിരുന്നാൽ മതി. നമ്മൾ ശരിയാക്കി പഠിച്ചിട്ട് PSC ഇപ്പം തെറ്റിക്കുന്ന പരിപാടിയാണല്ലോ കാണിക്കുന്നത്. PSC തെറ്റിക്കാതിരുന്നാൽ മതി. നമുക്ക് ഇംഗ്ലീഷ് നല്ലപോലെ അറിയുന്നവർക്ക് 20 വാങ്ങിക്കാം. മലയാളത്തിലും വാങ്ങിക്കാൻ പറ്റും. സോ നിങ്ങൾ ആദ്യം കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് 50-50 ആദ്യം കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഈ താഴെയുള്ള 50 ഇംഗ്ലീഷ്, മാത്സ്, മലയാളം. ഇതിൽ നിങ്ങൾ അത്യാവശ്യം നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ബാക്കി എന്തായിരുന്നു ഇതിനെക്കുറിച്ച് നോക്കിയാൽ മതി. ബാക്കിയാണ് ഇതിലേക്ക് നമ്മൾ പോകണ്ടുള്ളൂ. അപ്പോൾ ഇതിലേക്ക് പോകണ്ടെന്നല്ല, ഇതിലേക്ക് ഏറ്റവും കൂടുതൽ പ്രിഫറൻസ് ഇതാദ്യം കംപ്ലീറ്റ് ആക്കാൻ നോക്കുക. ഡെയിലി നിങ്ങൾ മാത്സും ഇംഗ്ലീഷും പഠിക്കുക. മാത്സിൻ്റെ ഇംഗ്ലീഷിൻ്റെയും മലയാളത്തിൻ്റെയൊക്കെ പ്രശ്നം എന്താ വെച്ചാൽ, നമ്മൾ റിവിഷൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഇടയ്ക്കിടയ്ക്ക് വിട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഓർമ്മയില്ല. ഈവൻ നമ്മളൊരു 2 ആഴ്ച കഴിഞ്ഞാൽ പോലും ചിലപ്പോൾ നമ്മൾ മറക്കും. അത് മാത്സ് ഒക്കെ നല്ലപോലെ പഠിച്ച ആൾക്കാർക്കാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. ഇപ്പോൾ ഒത്തിരി പഠിക്കും, മാത്സും ഇംഗ്ലീഷൊക്കെ അത്ര ഇഷ്ടമാണ്, പഠിച്ചവർക്കാണെങ്കിൽ കുഴപ്പമില്ല. പഠിക്കാത്തവർക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് ഈ ഒരു കാര്യം എന്ന് പറയുന്നത്. സോ നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ നമ്മുടെ മാക്സിമം കൊടുക്കുക. മാക്സിമം ഡെയിലി നമ്മൾ പഠിക്കാൻ തുടങ്ങുക. അതുപോലെ തന്നെ ഡെയിലി മാത്സിനും ഇംഗ്ലീഷിനും മലയാളത്തിനും ഒരു അരമണിക്കൂർ വീതെങ്കിലും തുടക്കത്തിൽ കേട്ടോ. അരമണിക്കൂർ പോരാ, പക്ഷെ എന്നാൽ പോലും ഇപ്പം നിങ്ങൾ ഇനിയും പഠിച്ചു തുടങ്ങിയിട്ടില്ല, ഇനിയാണ് പഠിച്ചു തുടങ്ങുന്നത് എന്നൊക്കെ വിചാരിക്കുകയാണെങ്കിൽ ഡെയിലി ഒരു അരമണിക്കൂറെങ്കിലും നിങ്ങൾ കൊടുക്കാൻ നോക്കുക. ഡെയിലി ഒരു അരമണിക്കൂറെങ്കിലും കൊടുക്കാൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളൊരു ട്രാക്കിലെത്തും. ട്രാക്കിലെത്തിയതിന് ശേഷം സമയം കൂട്ടാം. പിന്നെ ഈ GKയിലേയും കൂടിയിട്ട് നോക്കിയാൽ മതി. ആ ഒരു രീതിയിൽ പഠിക്കുക. കാരണം EMM എന്ന് പറയുന്നത്, ഇംഗ്ലീഷ്, മാത്സ്, മലയാളം എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു പാർട്ടാണ്. കാരണം എന്താ? 50 മാർക്കാണുള്ളത്. സോ ഇതാണ് നമ്മൾ പറഞ്ഞ EMM ടെക്നിക്ക് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക.
പിന്നെ നമുക്ക് ഇവിടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ ഒരു ബാച്ച് ഉണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ബാച്ചിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഈ ഒരു ബാച്ചിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുമ്പോൾ Y681 ഇത് നമ്മുടെ ഡിസ്കൗണ്ട് കോഡാണ്. ഈ കോഡ് ഉപയോഗിച്ചിട്ട് വേണം ജോയിൻ ചെയ്യാൻ. നല്ലൊരു ഡിസ്കൗണ്ടോട് കൂടി നമുക്ക് പഠിക്കാം. ലൈവ് സെഷനും റെക്കോർഡ് സെഷനും സ്റ്റഡി മെറ്റീരിയൽസും മെന്റർഷിപ്പ് സപ്പോർട്ടും ടെസ്റ്റ് സീരീസ് ഒക്കെ ഉള്ളൊരു കംപ്ലീറ്റ് ബാച്ചാണ് നമ്മുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്ന് പറയുന്ന ബാച്ച് കേട്ടോ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എന്തായിരുന്നു ഈ ഒരു ബാച്ചിലേക്ക് സ്വാഗതം. ഇനി എങ്ങനെയാണ് ഇത് നമ്മുടെ പർച്ചേസ് ചെയ്യാൻ നമുക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതെന്തായിരുന്നു, ഇത് നമ്മുടെ ആപ്പിൽ എങ്ങനെയാണ് നോക്കുന്നതെന്നാണ് പറയുന്നത്. ആദ്യം എന്തായിരുന്നു, അഡാ 24/7 ആ ഡിസ്ക്രിപ്ഷനിൽ എന്താ യൂട്യൂബിന്റെ ലിങ്ക് ഉണ്ട്. യൂട്യൂബിന്റെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്. ആ ലിങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഇൻസ്റ്റാൾ കൊടുക്കുക. എന്നിട്ട് സ്റ്റേറ്റ് എക്സാം ഉണ്ട്, സ്റ്റേറ്റ് എക്സാമിൽ സെലക്ട് ചെയ്യുക. അത് കഴിഞ്ഞ് നമ്മുടെ സ്റ്റേറ്റ് ആയ കേരളം സെലക്ട് ചെയ്യുക. അത് കഴിഞ്ഞ് ലോഗിൻ കൊടുത്ത് കണ്ടിന്യൂ ചെയ്യാം. കണ്ടിന്യൂ ചെയ്യുമ്പോഴെന്തായിരുന്നു, ഇവിടെ സ്റ്റോർ ഉണ്ട്, സ്റ്റോറിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ. സ്റ്റോറിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം. ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഗൂഗിളിൽ നിന്ന് എടുക്കാം കേട്ടോ. ആദ്യം കാണുന്ന ലിങ്കിൽ എടുക്കുക. നമുക്ക് ഓൾ കോഴ്സസ് എടുക്കുക. സ്റ്റേറ്റ് എക്സാം, നേരത്തെ പറഞ്ഞ പോലെ കേരളയിലെ KPSC കണ്ടില്ലേ, അതിലൊന്ന് സെലക്ട് ചെയ്യുക. എന്നിട്ട് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ക്ലിക്ക് ചെയ്യുക. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം എന്താ ചെയ്യേണ്ടത്, ബൈ നൗ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ബൈ നൗ എന്നൊരു ഓപ്ഷൻ എടുക്കുക. എന്നിട്ട് മുകളിലൊരു കോഡ് ഓൾറെഡി ഉണ്ടാവും കേട്ടോ, അതൊന്ന് റിമൂവ് ചെയ്യണേ. ആ ഒരു കോഡ് ഒന്ന് റിമൂവ് ചെയ്തിട്ട് താഴെ Y681 കോഡ് എന്തായിരുന്നു, Y681 എന്ന കോഡ് ഇവിടെ അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്ലൈ ചെയ്താലാണ് ഡിസ്കൗണ്ട് കിട്ടുക. അപ്ലൈ ചെയ്യാൻ മറക്കരുത്. കാരണം അപ്ലൈ ചെയ്തില്ലെങ്കിൽ 2705 രൂപ പേ ചെയ്യേണ്ടി വരും. Y681 എന്ന കോഡ് അപ്ലൈ ചെയ്യാണ്. Y681 എന്ന കോഡ് അപ്ലൈ ചെയ്യുമ്പോഴെന്തായിരുന്നു 2245 രൂപ. ഓക്കെ, നിങ്ങൾക്ക് 459.85 രൂപ ഡിസ്കൗണ്ട് ആയിട്ട് ലഭിക്കുന്നുണ്ട് ഈ കോഡ് അപ്ലൈ ചെയ്യുമ്പോൾ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്ന് പറയാനുള്ളത്. അപ്പോൾ വീണ്ടും അടുത്തൊരു സെഷനിൽ നമുക്ക് കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ.